മനുഷ്യന്റെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിനെ കേടുവരുത്തി അദാബാക്കി പീഡിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമായാൽ അവന്റെ നഫ്സിനെ അവൻ അദാബാക്കി, നഫ്സിനെ ശിക്ഷിച്ചു. അതായത് സ്വഭാവം മോശമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇഷ്ടപ്പെടും. ചിലപ്പോൾ അടി കിട്ടും, ആളുകളെ ചില സ്ഥലങ്ങളിൽ അവർ പോയി സംസാരിച്ചത് തർക്കങ്ങളായി, പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി അവസാനം അടിയിൽ കലാശിക്കും. അപ്പൊ അവൻ അവന്റെ ശരീരത്തിന് ശിക്ഷിക്കലായി മാറി. അങ്ങനെ സ്വഭാവം മോശമാകാൻ പാടില്ല. ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ അറിയാം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ആളുകളുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കേണ്ടത്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിനാണ് ജനങ്ങളാണ് കേൾക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല ഞാൻ ദേഷ്യം പിടിക്കുന്നത്, ഞാൻ മോശ സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നെ പഠിച്ച അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് ചിന്തിച്ചാൽ ആ മനുഷ്യന്റെ സ്വഭാവം നന്നാകും. ആ മനുഷ്യന്റെ സ്വഭാവം നന്നാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ് തീബുൽ കലാം, നല്ല സംസാരം.